എന്തായാലും ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ രാജ്യത്തെ ഭാരതത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും ഒരു ശക്തി ക്ഷയിക്കുന്നു എന്നുള്ള ഒരു ധ്വനി കിടക്കും. ധ്വനിയല്ല, അങ്ങനെ ഒരു അന്തരീക്ഷം കിടക്കുമ്പോൾ ഫ്രാൻസിൽ ഇടതുപക്ഷത്തിന് ഒരു പ്രാധാന്യം കിട്ടിയിരിക്കുന്നു, അവർക്ക് വളരെ മുൻതൂക്കം കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് മുൻതൂക്കം വന്നത്, ആദ്യം വന്നിട്ടില്ല. എന്തായാലും അത് എങ്ങനെയായിരിക്കും നമ്മുടെ ലോകത്ത് ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ പോകുന്ന ഒരു വ്യതിയാനം, ചലനം, അല്ലെങ്കിൽ ഒരു വളർച്ച അല്ലെങ്കിൽ തളർച്ച എന്തായിരിക്കും സംഭവിക്കുക? ഇടതുപക്ഷം നല്ലത് അവിടുത്തെ കോൺഗ്രസ്സാണ്. അവിടുത്തെ കോൺഗ്രസ്സാണ്. ഇവിടെ പിന്നെ ഇടതുപക്ഷം ഒന്നും ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇടതുപക്ഷം നിങ്ങൾ അംഗീകരിച്ചാൽ എന്താ പ്രശ്നമില്ല. ഇവിടുത്തെ കോൺഗ്രസ് ഇല്ലേ, ഇവരിപ്പം ഇടതുപക്ഷം ലാറ്റിൻ അമേരിക്കയിൽ ജയിക്കുന്നു, ഇടതുപക്ഷം യൂറോപ്പിൽ ജയിക്കുന്നു, സോഷ്യൽ ഡെമോക്രറ്റ് ജയിക്കുന്നു. ആരാ ജയിക്കുന്നത്? ലെനിൻ്റെ പുസ്തകമുണ്ട്, സ്കോഡ്സ്കി ആയിട്ട് ബന്ധപ്പെട്ട വലിയ ഡിബേറ്റുകൾ. കൗഡസ്കി എന്ന് മലയാളത്തിൽ പറയും, സ്കോഡ്സ്കി എന്ന് പറയും. അങ്ങനെയാണ് ഈ ജനാധിപത്യത്തിലൂടെ എങ്ങനെ സോഷ്യലിസം നടപ്പിലാക്കാം എന്ന അഭിപ്രായം പറയുകയും ലെനിൻ്റെയൊക്കെ വലിയ ശത്രുവായി മാറിയത്. ആ സ്കോഡ്സ്കി പിന്നെ മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം അതാണ് ഈ പറഞ്ഞ സാധനം. ഈ ഫ്രാൻസിൽ സംഭവിച്ചത് അതാണ് ലാറ്റിൻ അമേരിക്ക സംഭവിക്കുന്നത്. സോഷ്യൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി. ഇപ്പൊ ഇന്ത്യ കോൺഗ്രസ് പറയുന്നത് അത് തന്നെയാണ്. അല്ലെ, കോൺഗ്രസ് നെഹ്റുവിന്റെ കാലത്തും പറഞ്ഞത് അത് തന്നെയാണ്. അത് പോരാന്ന് വിചാരിച്ചിട്ട് 1991 വരെ വിപ്ലവം നടത്താമെന്ന് വിചാരിച്ച് നടന്നത് എന്നല്ലോ എല്ലാവരും. ഇവിടെ 91 വരെ കണ്ണൂർ ആളുകൾ കൊല ചെയ്യപ്പെട്ടത്, SFIക്കാർ ക്യാമ്പസിൽ അടിച്ചതൊക്കെ തന്നെ ആഗോള വിപ്ലവം. ലോകത്തിന്റെ 1/3 അന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യയും കൂടി ആഞ്ഞു പിടിച്ചാൽ ഇന്ത്യയും കൂടി കിട്ടും, അപ്പോൾ അവർ 2/3 ആക്കാം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് ഇവിടെ നടത്തുന്ന ഓരോ ചെറിയ സമരങ്ങളും, ഒരു ചായക്കട അടുത്തന്നെ ബൂർഷ്വാസി എന്ന് വിളിച്ചിട്ടാണ് ചായക്കട അടുപ്പിക്കുന്ന ഉൾപ്പെടെ ആഗോള വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായെന്നാണ് പാവങ്ങൾ തെറ്റിദ്ധരിച്ചത്. അത് സോവിയറ്റ് റഷ്യ അല്ലാതായതോടുകൂടി അത് മാറി. പക്ഷേ ഇപ്പോഴും സ്കോഡ്സ്കി ആയാലും സോഷ്യൽ ഡെമോക്രസി തന്നെയല്ലേ നിങ്ങളെന്ന് വെച്ചാൽ അംഗീകരിക്കാൻ പാടാണ്. അവർക്ക് അറിയില്ല അത് ശരിക്കും. എന്നോട് ഞാനൊരിക്കൽ ഇത് പറയുമ്പോൾ ഒരു വലിയ നേതാവ് ശരിക്കും ഞെട്ടിപ്പോയത്, ഞാനെന്താ വലിയ പാവം പറഞ്ഞു, എന്തായി പറയുന്നത്. അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ ഈ ഇവിടെ ഇപ്പം കുറേ പേര് ധരിച്ചു വെച്ചിരിക്കുന്നതും ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ പറഞ്ഞു നടക്കുന്ന ഒരു ഇടതുപക്ഷമായിരിക്കും അവിടെ ഫ്രാൻസിലും ഇപ്പം മുൻതൂക്കം വന്നത്. കോൺഗ്രസ് ആണ് അവിടെ പുറത്ത്. പിന്നെ അവിടെ ഫസ്റ്റ് റൗണ്ടിൽ മുന്നിട്ട് അവിടുത്തെ ശിവസേന ആയിരുന്നു. അതാണ് മേരി ലീപ്പൻ്റെ പാർട്ടി. അത് മേരി ലീപ്പൻ്റെ അവിടെ അച്ഛനാണ് പാർട്ടി സ്ഥാപിച്ചത്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സിവിൽ സർവീസൊക്കെ നോക്കുമ്പോൾ അന്ന് തൊട്ടാണ് ഈ പ്രസ്ഥാനം വലിയ രീതിയിൽ വോട്ട് പിടിച്ചു തുടങ്ങിയത്. അന്നോട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ മേരി ലീപ്പൻ്റെ അച്ഛനെയാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. പേര് പറയാൻ മറന്നു. അത് കഴിഞ്ഞാൽ മേരി ലീപ്പൻ ഭയങ്കര സംഭവമാണ്. അവർ ദേശീയവാദികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇതിനൊക്കെ യൂറോപ്യൻ യൂണിയനൊക്കെ അവരെതിരാണ്. ഇപ്പം ഇംഗ്ലണ്ടിൽ സംഭവിച്ച പോലെ. ഇംഗ്ലണ്ട് BNP എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് നാഷണലിസ്റ്റ് പാർട്ടി. അവർ ഈ പറയുന്ന, പക്ഷേ ബ്രിട്ടനിൽ അവർക്ക് 3 ലിബറൽ പാർട്ടി, ലേബർ പാർട്ടി, കൺസർവേറ്റീവ്, ഇതിനിടെ അവർ ടച്ച് പിടിക്കാൻ പറ്റുന്നില്ല. എങ്കിലിപ്പോഴും ഹാർഡ്കോ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ അവരൊരു വലിയ സ്വാധീന ശക്തിയാണ്. ഇങ്ങനെ ലോകത്തിൽ ഇപ്പോൾ അവിടെ ഹംഗറിയിൽ ഇത്ര പാർട്ടി അധികാരത്തിൽ വന്നു, ഓസ്ട്രിയയിൽ അധികാരത്തിൽ വന്നു. ഇവരുടെ മെയിൻ ആദ്യ കാലഘട്ടത്തിൽ ഈ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ ആൻറ്റി ജൂ ആയിരുന്നു. ഇപ്പം ആൻറ്റി ജൂ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ അത് ഓപ്പണായി പറഞ്ഞാൽ ഇപ്പോൾ ആൻറ്റി എമിഗ്രേഷനാണ്. ബേസിക്കലി ആൻറ്റി മുസ്ലിം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ. അവർക്ക് ഈ പറയുന്ന സിദാൻ ക്യാപ്റ്റനായി വേൾഡ് കപ്പ് നേടുന്നതുകൊണ്ടൊന്നും അവർക്ക് ഒരു യോജിപ്പുമില്ല. അവർക്ക് അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ ഈ ഫാസിസത്തിനായിരുന്ന ഒരുപാട് തിരിച്ചടികളും ഏറ്റുവാങ്ങിയ രാജ്യം, ഒരുപാട് യാതന സഹിക്കേണ്ടി വന്ന രാജ്യം എന്ന നിലയിൽ ഫ്രാൻസിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ എല്ലാം തന്നെ ഇത്തരം ഫാർ റൈറ്റ് മൂവ്മെൻറ്റുകൾക്കെതിരെ അവരുടെ ഉള്ളിൽ തന്നെ എന്തോ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് ഇന്ത്യ ഒരിക്കലും ഫാസിസ്റ്റ് രാജ്യമാവില്ല. കാരണം നമ്മുടെ ഒരു സൈക്കോ അങ്ങനെയാണ്. നമ്മുടെ സൈക്കി അങ്ങനെയാണ്. നമ്മുടെ സൈക്കി അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്കത് ഒരു പരിധി വിടുന്ന നമ്മൾ കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം തന്നെ നോക്കൂ, ഇപ്പം തന്നെ അങ്ങനെ ചില ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുന്നു തോന്നുന്നത് RSS ആണ് തവണ കൺട്രോൾ ചെയ്തത്. മനസ്സിലായില്ലേ? നമ്മൾ പണ്ട് ഇതൊക്കെ പറയുമ്പോൾ RSS RSSന് നമ്മുടെ സംസ്കാരത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നത് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ നമ്മളെന്തോ പാപതകം ചെയ്യുന്ന പോലെ നമ്മളെ നോക്കിയായിരുന്നു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി, രഹസ്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അംഗീകരിക്കില്ല. ഇപ്പൊ പക്ഷേ നിങ്ങൾ നോക്കിയാൽ RSSന് വലിയ അറ്റാക്ക് ഇല്ല. ഇപ്പൊ അറ്റാക്ക് മൊത്തം മോഡിക്ക് അമിത്ഷാക്കെതിരെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഞാൻ പണ്ട് മോഡി അമിത്ഷാ എന്ന് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ RSSനെ മൈൻഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ മോഡിനെ വിമർശിച്ചപ്പോൾ ഞാൻ RSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങളീ പറയുന്ന RSS ആണ് ഇവിടുത്തെ വലിയ ഫാസിസ്റ്റ്, അവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്.
അവർ തന്നെയാണ് ഓരോ കാര്യങ്ങൾ കൃത്യമായി പോയി ഇടപെട്ടുകൊണ്ട് അതൊരു ഇന്ത്യൻ ലൈനിലേക്ക് കൊണ്ടുവരിക, ഒരു ഇന്ത്യൻ മോഡ് ഓഫ് സെക്യുലറിസത്തിന്റെ ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നവരാണ്. അതിനിയും 10 വർഷം കഴിയുമ്പോൾ ഓപ്പണായി സംഭവിച്ചു. ഇപ്പൊ നെഹ്റു ഇടതുപക്ഷക്കാരനായതുപോലെ മുമ്പ് നെഹ്റു സാമ്രാജ്യത്വത്തിന്റെ ചാരനായിരുന്നു, ഇടതുപക്ഷക്കാരനാണല്ലോ. അതെ, ഇപ്പൊ വലിയ ഇടതുപക്ഷക്കാരനാണ്. നെഹ്റുവാണ് രാഷ്ട്രശില്പി എന്നൊക്കെ. അതെ 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 പണ്ട് ചാരനായിരുന്നു. മഹാത്മാഗാന്ധി ആരായിരുന്നു അറിയോ? ബ്രിട്ടീഷുകാരുടെ ഏജന്റ്. സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാരുടെ ബൂട്ട്ലിക്ക, എനിക്ക് മലയാളം വാക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല, ബൂട്ട്ലിക്ക ഇതൊക്കെ മതി. ഇപ്പൊ അവരൊക്കെ വലിയ ദേശീയ നായകന്മാരും സോഷ്യലിസ്റ്റുകളും ഒക്കെയാണ്, ഇടതുപക്ഷക്കാരാണ്. അപ്പൊ അതുപോലെയാണ് ഫ്രാൻസിലും അതുപോലെ ഓസ്ട്രേലിയയിലും. അല്ല, ഫ്രാൻസിൽ അങ്ങനെ. ഫ്രാൻസിൽ ഇപ്പൊ ഈ ഇടതുപക്ഷ വിജയം എന്ന് വെച്ചാൽ അവിടെ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ വിജയമാണ്. അപ്പൊ ഫ്രാൻസിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഈ റൈറ്റ് വിങ് വിജയിക്കുമെന്ന് ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മാക്രോണൊക്കെ വരുന്നത്. ഓരോ ഘട്ടത്തിൽ ഫസ്റ്റ് ലാബിലൊക്കെ ഇവർ കയറി വരും. അപ്പൊ പക്ഷെ സെക്കൻഡ് ലാബ് വരുമ്പോൾ സമയത്ത് അവർ തന്നെ തിരിച്ച് വോട്ട് ചെയ്യും. വോട്ട് ചെയ്യാൻ കാരണം അവിടെ ഈ പറയുന്ന ഫാസിസത്തിനെതിരെ ഒരു ഇന്റേണൽ മെക്കാനിസം യൂറോപ്പിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അത് ഈ പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, സോവിയറ്റ് റഷ്യയായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളിലില്ല. ഉദാഹരണമായിട്ട് സോവിയറ്റ് റഷ്യയായിട്ട് ചേർന്ന രാജ്യമാണ് പോളണ്ട്. പോളണ്ടിലെ ഹംഗറി ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും അതില്ല. അവർ ഫാസിസ്റ്റുകൾ അതിനകത്ത് കൊണ്ടുവന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഓസ്ട്രിയയിലും വന്നിട്ടുണ്ട്. ഓസ്ട്രിയ എന്നാണ് ഓസ്ട്രിയയാണ് ശരിക്കും ഫാസിസത്തെ വളർത്തായി ഹിറ്റ്ലറിന് ഗുണം ചെയ്ത കാര്യം. ഓസ്ട്രിയയിൽ ഉണ്ടായ പ്രതിസന്ധി എന്നാണ് ഫാസിസം ജർമ്മനിയിൽ സാധൂകരണം നേടുന്നത്. അപ്പം അവിടെ ഇന്റേണൽ മെക്കാനിസം ഇത് ബ്രിട്ടനിലുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ യാതനകൾ സഹിച്ചതുകൊണ്ടാണ് ആ ഒരു ഇന്റേണൽ മെക്കാനിസം അവിടെ വർക്കൗട്ട് ചെയ്യുകയും. അത് പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ, ഫാസിസത്തിൻ്റെ യാതനകൾ. പിന്നെ മാത്രമല്ല ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇന്ന് കാണുന്ന ലോക സാധാരണക്കാരൻ ഒരു വില ഉണ്ടായിക്കൊടുത്ത ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്നുള്ള മുദ്രാവാക്യം അവരാണ് മുന്നിൽ. അല്ല ഇതല്ലേ സാഹോദര്യം, ഇത്തരം മുദ്രാവാക്യം അവരാണ് മുന്നോട്ട് വെച്ചത്. അപ്പൊ ലോകത്തെ മൊത്തം മാറ്റി മറിച്ചത് റഷ്യൻ വിപ്ലവം എന്നല്ല, ഈ ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവമാണ് ഇന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ബോൾഷെവിക് റവല്യൂഷൻ പാളിപ്പോയ ഒരു സാധനമാണ് അത്. ലോകത്ത് എവിടെയാ അത്? ഇപ്പൊ ചൈനയിലും ഈ പറയുന്ന ചൈനയിൽ വലതുവശവൽക്കരണമാണ് സംഭവം നടക്കുന്നത്. വിയറ്റ്നാമിലും അതാ. ആ പാടെ നോർത്ത് കൊറിയയിലും പിന്നെ ഇവിടെ ക്യൂബയിൽ മാത്രമാണ് ഇടതുപക്ഷം ഈ പറയുന്ന ബോൾഷെവിക്ക് സംഭവമുള്ളൂ. ആ ക്യൂബ ഓൾറെഡി കോംപ്രമൈസ് ചെയ്തു. പാകപ്പാടുള്ള നോർത്ത് കൊറിയയിൽ ആളുകൾ അവിടെ പട്ടിയാണ് നിർത്തുകൊണ്ടിരിക്കുക. ഇതാണ് സംഭവം. അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നാട് എന്ന രീതി അതൊക്കെ അവർക്ക് വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അവിടെ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുന്ന അവരുടെ വൈൽഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ പോലും അവരെ ഞെട്ടിച്ചു കളയും. അതുകൊണ്ടാണ് അതിന്റെ ഇന്ത്യയിലെ മെക്കാനിസമാണ് അവിടെ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ അവകാശപ്പെടുന്ന പോലെയും പ്രചരിപ്പിക്കുന്നത് പോലെ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസത്തിനോ ഈ ഫ്രാൻസിലെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് 2% വോട്ട് പോലും ഇല്ല. അപ്പൊ അവർക്ക് ഇപ്പോഴത്തെ ഈ വിജയത്തിൽ അവർക്കൊന്നും യാതൊരു പങ്കുമില്ല, യാതൊരു പ്രസക്തിയുമില്ല. എങ്കിലും ബ്രിട്ടനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. ഫ്രാൻസിലാണ് ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. അവരൊന്നും പക്ഷേ മേജർ കണ്ടന്റർ അല്ല. അതാണ് പ്രശ്നം. ഇവർ അധികാരത്തിൽ വരുന്നതും ജനം തിരിച്ചു വോട്ട് ചെയ്യും. കാരണം ഇവർക്ക് സ്റ്റാലിനെ പേടിയാണ്. ഇതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് ഇടതുപക്ഷത്തിന് വിജയം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അപ്പൊ ഇടതുപക്ഷമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ വിജയമാണ്. അങ്ങനെ സോഷ്യലിസ്റ്റുകളാണ്. മാത്രമല്ല രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ സത്യത്തിൽ നമ്മള് ഈ ലെനിന്റെ ഒക്കെ ഫോട്ടോ മാറ്റി ഇപ്പൊ ശരിക്കും നമ്മൾ ഐഡിയോളജിക്കലി നോക്കുകയാണ്. സ്കോൾസ്കിന്റെ ചിത്രമാണ് പല സ്ഥലത്തും വെക്കേണ്ടത്. സ്കോൾസ്കിന്റെ ഐഡിയോളജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റർനാഷണലി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർ വിപ്ലവം എന്നുള്ള സംഭവം ഒക്കെ ഒന്നോ ഉപേക്ഷിച്ചിട്ടുണ്ട്. സ്കോൾസ്കിയാണ്, പക്ഷെ അത് അംഗീകരിക്കാൻ പാടാണ്. അങ്ങനെ ഒരാളിനെ അവർ പറയുകയില്ല, അതിനെക്കുറിച്ച് വരില്ല. ഇപ്പോഴും ലെനിന്റെയും മാർക്സിന്റെയും പടം വെച്ച് അവർ മാർക്സിനെ വെക്കാം. സ്കോൾസ്കി മാർക്സിന്റെ താഴ്വഴിയിൽ നിന്ന് വന്നത്. പക്ഷെ ലെനിനും സ്കോൾസ്കിയായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ലെനിനാണ് ഈ പറയുന്നതിന്റെ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ കൊണ്ടുവന്നത്. ആ സംഘടനാ തത്വങ്ങൾ ബേസിക്കലി ഫാസിസത്തിലേക്ക് വഴിമാറാൻ വളരെ എളുപ്പം സാധിക്കുന്ന ഒന്നാണ്. അത് സ്റ്റാലിൻ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കും. അവിടെയുള്ള അണികളെ ഇങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷം ഫ്രാൻസിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഓളം വെച്ച് അവരെ കൂടെ നിർത്താൻ പറ്റും. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പാവങ്ങൾ ഇപ്പോൾ ഒന്നും കേട്ട് മൈൻഡ് ചെയ്യില്ല എന്നുള്ള പ്രശ്നം. അത് ശരി. അതെ.